സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ മിസ്. ഇപ്പൊ നമ്മള് എത്തിയിട്ടുണ്ടായിരുന്ന എവിടെയായിരുന്നു? സൈസ് ഈക്വൽ ടു എ കോസ് കെ എക്സ് പ്ലസ് ബി സൈൻ കെ എക്സ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് നെയിം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4. അപ്പൊ ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ, അതായത് എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ ആയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ ദിസ് വി അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. First boundary condition is as at x equal to 0, at x equal to 0, psi of 0 is equal to 0. അതായത് നമ്മൾ ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ബോക്സിലെ ലെങ്ത് എന്താ? 0 to a. അതില് x ഈക്വൽ ടു 0 ആകുമ്പോൾ, ലെങ്ത് ഈക്വൽ ടു 0 ആകുമ്പോൾ സൈഡ് വാല്യൂ എന്താണ്? 0 ആണ്. അതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. At x equal to 0, psi is equal to 0. Substitute this value in equation number 4. Substitute this value in equation number 4. എന്തൊക്കെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? x equal to 0 എന്നും psi equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? psi is equal to, അതായത് 0 is equal to a cos എക്സിന് 0 കൊടുത്തു, അതായത് കെ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 പ്ലസ് ബി സൈൻ എക്സിന് വീണ്ടും 0 കൊടുത്തപ്പോ കെ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ നമുക്ക് കിട്ടി എ കോസ് 0 പ്ലസ് ബി സൈൻ 0 ഈക്വൽ ടു 0. കോസ് 0ന്റെ വാല്യൂ എന്താ? എന്താ കോസ് 0? 1. 1. സൈൻ 0ന്റെ വാല്യൂ എന്താ? 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. 0 ഈക്വൽ ടു കോസ് 0 എന്ന് പറഞ്ഞാൽ 1, 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ. ഇനി ഇവിടെ നോക്കിയേ, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോ എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. എ ഈക്വൽ ടു 0. എ ഈക്വൽ ടു 0. അപ്പൊ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടി, എ ഇസ് ഈക്വൽ ടു 0 എന്ന്. ഇനി substitute this value of a in equation number 4. Substitute this value of a in equation number 4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആ ഇക്വേഷനെ? psi is equal to എയുടെ വാല്യൂ 0 എന്ന് കൊടുത്തു, അപ്പൊ 0 ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരാ? 0. ബാക്കി എന്താ ഉള്ളത്? ബി സൈൻ കെ എക്സ്. psi is equal to b സൈൻ കെ എക്സ്. അപ്പൊ ഇങ്ങനെയായിട്ട് ഈ ഇക്വേഷൻ ചെറുതായി 4 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു റെഡ്യൂസ്ഡ് ഫോമിലേക്ക് എത്തി. psi is equal to b സൈൻ കെ എക്സ്. ഇനി നമുക്ക് ബിയുടെ വാല്യൂ കിട്ടണം. ഫോർ ദിസ് വി അപ്ലൈയിങ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. അപ്ലൈയിങ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഏതാ? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് 0. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? എ. അറ്റ് എക്സ് ഈക്വൽ ടു എ, അറ്റ് എക്സ് ഈക്വൽ ടു എ സൈ എന്തായിരിക്കും? ഇതിന്റെ ഉള്ളിലാണ് സൈക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ഈ ഒരു ബൗണ്ടറിയിൽ എന്തായിരിക്കും സൈയുടെ വാല്യൂ? 0. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താ? അറ്റ് എക്സ് ഈക്വൽ ടു എ സൈ ഇസ് ഈക്വൽ ടു 0. അതായത് ഈ ബൗണ്ടറിയിലെ സൈയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് 0, ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എ. അപ്പൊ നമുക്ക് അത് ഇതിൽ അപ്ലൈ ചെയ്യാം. സൈ ഇസ് ഈക്വൽ ടു എന്താ? 0
is equal to b sin k x ന് എന്ത് കൊടുക്കണം a. at x equal to a, psi equal to 0. അപ്പൊ x ന് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, psiക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? b sin ka equal to 0. b sin k equal to 0. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുമ്പോൾ നമുക്കറിയാം ഒന്നുകിൽ എന്തായിരിക്കും ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്തായിരിക്കും സൈൻ കെ ഈക്വൽ ടു 0 ആയിരിക്കും. ഒരിക്കലും ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവില്ല. കാരണം എന്താ? ബി 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എക്സിസ്റ്റിംഗ് ആവില്ല. കാരണം എ ഓൾറെഡി 0 ആയി പോയി. ഇനി ബിയും കൂടി 0 ആണെങ്കിൽ എന്താ? ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഒരിക്കലും എന്ത് 0 ആവില്ല? ബി എന്ന് പറയുന്നത് 0 ആവില്ല. അപ്പൊ എന്തായിരിക്കും 0 ആവുന്നത്? സൈൻ കെ എ ഈക്വൽ ടു 0. ബി cannot be 0. Therefore, sin k must be equal to 0. Sin k must be equal to 0. ഇനി ഞാൻ പഠിപ്പിച്ചിരുന്നു സൈൻ ഏത് വാല്യൂ വരുമ്പോളാ 0 ആവാ? സൈൻ ഏത് n pi equal to 0. Sin n pi equal to 0. So comparing these two equations നമുക്ക് എങ്ങനെ എഴുതാം? Ka is equal to n pi. Ka is equal to n pi. Equation number 5. Equation number 5. K is equal to n pi. Equation number 5. ഇനി നമ്മൾ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ എന്ന് പറഞ്ഞാൽ എന്താ? 2mv raised to 1/2 by h ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ? 2mv raised to 1/2 by h ക്രോസ് a is equal to n pi. ഇനി ഇതിന്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് നമുക്ക് എന്ത് കിട്ടും? ഇവിടത്തെ ഈ സ്ക്വയർ റൂട്ട് പോവില്ലേ? 2mv by h ക്രോസ് സ്ക്വയർ a സ്ക്വയർ n സ്ക്വയർ പൈ സ്ക്വയർ. രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പൊ ഇവിടുത്തെ സ്ക്വയർ റൂട്ട് പോയി 2mv by h ക്രോസ് സ്ക്വയർ a സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ. ഇനി എന്താ h ക്രോസ് എന്ന് പറഞ്ഞ? എന്താ h ക്രോസ് എന്ന് പറഞ്ഞ? h/2π. എന്ന് പറഞ്ഞ എന്തായിരിക്കും? h ക്രോസ് സ്ക്വയർ എന്ന് പറഞ്ഞ? h സ്ക്വയർ ബൈ 4 അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2me by h സ്ക്വയർ. h ഇങ്ങോട്ട് വരുമ്പോ 4π സ്ക്വയർ മുകളിൽ വരും അല്ലെ? 4π സ്ക്വയർ a സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ. ഇതിൽ നിന്ന് ഇക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഈസ് ഈക്വൽ ടു എന്താ വരെ? ഇതിൽ നിന്ന് ഈസ് ഈക്വൽ ടു എന്താ വരാ? ഈനെ മാത്രം ഇവിടെ നിർത്തി. റൈറ്റ് സൈഡിൽ ഓൾറെഡി n സ്ക്വയർ പൈ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഈ 4π സ്ക്വയർ a സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ? അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ചെയ്യാം. 4π സ്ക്വയർ a സ്ക്വയർ. h സ്ക്വയർ ഇവിടെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ബൈ ഇനി എന്തുണ്ട്? 2m. ഇത്രേ ചെയ്തോളൂ. ഈനെ മാത്രം ഇവിടെ നിർത്തി, ബാക്കിയുള്ളതിനൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേമുകളൊക്കെ ക്യാൻസൽ ചെയ്യാം. പൈ സ്ക്വയർ പൈ സ്ക്വയർ പോയി. ബാക്കി എന്താ നമുക്ക് കിട്ടണേ? n സ്ക്വയർ h സ്ക്വയർ 4 × 2 എന്ന് പറഞ്ഞാൽ 8ma സ്ക്വയർ.
ഇതാണ് നമ്മുടെ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ ഹലോ അത് എന്താ കണക്ഷൻ പോയതാണ്. നിങ്ങൾ ആദ്യം എഴുതിയെടുത്തായിരുന്നോ? ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ബൈ 8 ma². ഇതാണ് എന്തെന്ന് പറയുന്നത്? ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എനർജി ഓഫ് എ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കും, അല്ലെങ്കിൽ ഡെറിവേഷൻ വരുമ്പോൾ നമുക്ക് ഐഗൺ വാല്യൂ ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? വൺ ഡയമെൻഷണൽ ബോക്സിന്റെ ഐഗൺ വാല്യൂ കിട്ടി. എന്താ? n സ്ക്വയർ h സ്ക്വയർ ബൈ 8 ma². ഇനി നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? സൈസ് ഈക്വൽ ടു എന്താ കിട്ടിയിരിക്കുന്നത് നമുക്ക്? ബി സൈൻ കെ എക്സ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ സൈനെ നിർത്തിയിരിക്കുന്നത്. സൈസ് ഈക്വൽ ടു ബി സൈൻ കെ എക്സ്. സൈൻസ് ഈക്വൽ ടു ബി സൈൻ കെ എക്സ്. ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ബി സൈൻ കെ എക്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? കെ എസ് ഈക്വൽ ടു എൻ പൈ ആണെന്ന് പറഞ്ഞു. അപ്പൊ കെ എസ് ഈക്വൽ ടു എന്താ? എൻ പൈ ബൈ എ. കെ എസ് ഈക്വൽ ടു എൻ പൈ ബൈ എ. Substitute the value of k in above equation. We get size equal to എങ്ങനെ കിട്ടും? ബി സൈൻ കെയുടെ അവിടെ എന്ത് കൊടുക്ക? എൻ പൈ ബൈ എ എക്സ്. എൻ പൈ ബൈ എ എക്സ്. നമുക്ക് ഈ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബിയുടെ വാല്യൂ എങ്ങനെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ സാധാരണ ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഒരു വഴി പഠിച്ചിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക നമുക്ക് ആ കോൺസ്റ്റന്റിനെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത്രയും ചെയ്യണോ? നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എങ്ങനെ നമ്മൾ കാണാ? അതേപോലെ ഇത് ചെയ്തൂടെ നമുക്ക്? അങ്ങനെ ചെയ്ത് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടില്ലേ? അപ്പൊ അതാണ് ആ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോ the total probability of finding particle പാർട്ടിക്കിളിന്റെ ലെങ്ത് നമുക്കറിയാം എന്താ? 0 to a ആണ്. The total probability of finding particle from 0 to a is 1. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചിരുന്നു പ്രോബബിലിറ്റി കാണാൻ എങ്ങനെയാന്ന്. എങ്ങനെയാ കാണാ പ്രോബബിലിറ്റി? ഇന്റഗ്രൽ സ്ക്വയർ dx equal to 1. അതന്നെ ഇവിടെ അപ്ലൈ ചെയ്യാ. ഇന്റഗ്രൽ 0 to a. നമ്മുടെ ഇവിടെ എന്താ സൈ എന്ന് പറയുന്നത്? ബി സൈൻ എൻ പൈ ബൈ എ എക്സ് സ്ക്വയർ dx equal to 1. അത് വെച്ച് നമുക്ക് ഈ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇന്റഗ്രൽ 0 to a b sin n pi by a x whole square dx equal to 1. ഇനി ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇന്റഗ്രൽ 0 to a. ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ, സൈൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എ ഡി എക്സ് ഈക്വൽ ടു 1. ഇന്റഗ്രൽ 0 to a ബി സ്ക്വയർ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എ ഡി എക്സ് ഈക്വൽ ടു 1. ഇനി ബി സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം. ബി സ്ക്വയർ ഇന്റഗ്രൽ 0 to a സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എ ഡി എക്സ് ഈക്വൽ ടു 1.
ഇനി ഇത് നിങ്ങൾ തന്നെ ചെയ്തേ, ഈ ഒരു ഇന്റഗ്രേഷൻ നിങ്ങൾ ചെയ്യാൻ അറിയായിരിക്കും. നിങ്ങളും ചെയ്ത് നോക്കിക്കേ, എന്താ കിട്ടണേന്ന് നോക്കിയാ ലാസ്റ്റ് ആൻസർ. Mr. 2/a. എന്താ കിട്ടിയ? ബിയുടെ വാല്യൂ എന്താ കിട്ടിയ? √2/a. √2/a. എല്ലാവർക്കും കിട്ടിയോ? നമ്മൾ കാരണം ഞാനിത് എടുക്കാത്ത നിങ്ങളെ പ്രോബബിലിറ്റി ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്തോളൂ കേട്ടോ, സമയം എടുത്ത് ചെയ്തോളൂ. കറക്റ്റ് ആണ് √2/a. നമ്മൾ എങ്ങനെ ചെയ്യാ? sin² nπx/aക്ക് എന്ത് ചെയ്യും? 1 - cos 2 nπx/a/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ആർക്കെങ്കിലും? ഹർഷയ്ക്ക് കിട്ടിയോ? ഹർഷ സമയം എടുത്തോളൂ. ഹർഷ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ, എന്നിട്ട് ചെയ്ത് നോക്കണേ. ഹർഷ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് സൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സൈ എന്ന് പറയുന്നത് ബി സൈൻ nπx/a. അതായിരുന്നു നമ്മുടെ സൈ എന്ന് പറയുന്നത്. അതിൽ ബിയുടെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? സൈ ഈസ് ഈക്വൽ ടു √2/a sin nπx/a. √2/a sin nπx/a. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ പഠിക്കുന്നു. മനസ്സിലായോ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇയാളെ പരിചയമുണ്ട് നമുക്ക് നന്നായിട്ട്. സൈസ് ഈക്വൽ ടു √2/a sin nπx/a. ഇതാണ് പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞത്? Yes, miss.